ഇന്ന് നമ്മുടെ തായ്ലാൻഡിലെ 4th ഡേ ആണ്. നമ്മളിപ്പോൾ പട്ടായയിൽ നിന്നും ബാങ്കോക്കിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 hours ജേർണി ആയിരുന്നു പട്ടായയിൽ നിന്നും ബാങ്കോക്കിലേക്ക്. നമ്മുടെ ബാങ്കോക്കിലെ റിസോർട്ട് ചെക്കിംഗ് ടൈം 2 മണിക്ക് ശേഷം ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ സീ ലൈഫ് ബാങ്കോക്ക് ഓഷ്യൻ വേൾഡ് കാണാനാണ് വന്നിട്ടുള്ളത്. ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ ഫിഷിനെ വളർത്തുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഈ ഫിഷുകളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല കുഞ്ചൂസിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന ചെന്നൈ വീട്ടിൽ ഒരു ഫൈറ്റർ ഫിഷ് ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ നാട്ടിൽ മലപ്പുറത്തേക്ക് മാറിയ ടൈമിൽ അതിനെ തൊട്ടടുത്ത വീട്ടിൽ കൊടുത്തിട്ട് വരികയാണ് ചെയ്തത്. മലപ്പുറം പോയ ശേഷം ആണെങ്കിലും കൂടെ അവിടെ ഒരു അക്വേറിയവും കുറെ ഫിഷിനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ വീണ്ടും ചെന്നൈക്ക് വന്ന ടൈമിൽ ആ അക്വേറിയവും ഫിഷും ഒക്കെ മണ്ണാർക്കാടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇപ്പൊ ഞങ്ങൾ ഫിഷ് വാങ്ങാതിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഇതുപോലെ പോകുന്ന സമയത്ത് ഈ ഡോഗ്സിനെ ഒന്നും പോലെ അല്ലല്ലോ, ഈ ഫിഷിനെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ, ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് ഫിഷിനെ വാങ്ങാതിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ടൈം ദുബായിൽ പോയപ്പോഴും അവിടെയും അക്വേറിയം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിലും കുഞ്ചൂസിനാണെങ്കിലും ഈ ഫിഷിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും മടുക്കാത്ത ഒരു കാര്യമാണ്. ഇത് കണ്ടില്ലേ, ഇത് ഫുള്ള് ഗ്ലാസ് ആണ്. ഇതിലെ നമുക്ക് മീനുകളെ താഴെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കുഞ്ചൂസിന് ഇതിന്റെ മേലെ കൂടെ നടക്കാനായിട്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു. ഇപ്പൊ ഈ വരുന്ന ഒരു മീനിന്റെ പേരാണ് മക്കിട്ട. ഇത് തായ്ലാൻഡിലെ വലിയ പല്ലുകളുള്ള ഒരേ ഒരു സോഫിഷ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അതിന്റെ ആ ഒരു വായ ഭാഗത്ത് നിന്നായിട്ട് മൂക്ക് പോലെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ ഒരു ഫിഷിനെ കാണാൻ ഷാർക്കിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ വായ ഭാഗത്തായിട്ടുള്ള ആ ഒരു എക്സ്റ്റൻഷൻ ഒക്കെ ഉണ്ടെങ്കിലും ആള് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇവിടെയുള്ള എല്ലാ ഫിഷിന്റെയും പേരൊന്നും എനിക്കറിയില്ല. ഇത് വളരെ യുണീക്ക് ആയിട്ടുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇതുപോലെ കുട്ടികൾക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാനായിട്ട്, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്ക് ഇരിക്കാം, പക്ഷെ ആ ഒരു ഹൈറ്റ് ലിമിറ്റ് ഉണ്ടെന്ന് മാത്രം. ഇരുന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഇതുപോലെ കുറച്ച് സ്പേസസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അതിന് ചുറ്റുമുള്ള ആ ഗ്ലാസ്സിൽ നിറയെ ചെറിയ ചെറിയ ഫിഷുകളും ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ബോട്ട് റൈഡ് പോകാനാണ്. ഈ ബോട്ടിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ താഴെ ഭാഗം ഫുള്ള് ഗ്ലാസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള ഫിഷുകളെയൊക്കെ വളരെ അടുത്തായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു മക്കിട്ട ഫിഷ്, അതിനെയൊക്കെ നമുക്ക് ഇതിൽ വളരെ അടുത്തായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ബോട്ടിൽ നമുക്ക് ഫിഷിനെയൊക്കെ കാണിച്ചു തരാനും പറഞ്ഞു തരാനുമായിട്ട് 2 ഗൈഡ്സ് ഉണ്ടാവുന്നതാണ്. സാധാരണ ബോട്ടുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ നമ്മൾ ഇതിലും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട ശേഷമാണ് ഇറങ്ങുന്നത്. ഇത് കണ്ടില്ല, ഇവിടെയായിട്ട് ഒരു ടേർട്ടിലിനെ, ഇതിനെ നമുക്ക് ഇങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ, കാരണം അതിനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ നമ്മളെ ബോട്ടിൽ കൊണ്ടുപോകുന്നത്. ഈ പിസ്ത കളർ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുള്ളവരാണ് നമ്മുടെ ഗൈഡ്സ്. പിന്നെ ഇത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. 350 പാത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് വലുതും ചെറുതായിട്ടുള്ള ഒരുപാട് ഫിഷുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഷാർക്കുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ മീനുകളും ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ വലിയൊരു ഷാർക്ക് പോകുന്നത്. ഇപ്പൊ നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട ആ വലിയൊരു ഷാർക്കാണെന്ന് തോന്നാൻ പോകുന്നത്. ഇതുപോലെ ഇങ്ങനെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെ ആ താഴ്ഭാഗത്തോടെ ആയിട്ട് വലുതും ചെറുതുമായിട്ടുള്ള ഫിഷുകൾ പോകുന്നത് നമുക്ക് വളരെ അടുത്ത് നിന്ന് കാണാൻ പറ്റും. കുഞ്ചൂസിന് താഴേക്ക് നോക്കുമ്പോൾ കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു, കാരണം നമ്മുടെ കാലിന് കറക്റ്റ് താഴെയായിട്ടല്ലേ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതെങ്ങാനും വന്ന് കടിക്കുമോ എന്നുള്ള ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അവന്. അതുകൊണ്ട് തന്നെ അവൻ കാലടക്കിടക്ക് ഇങ്ങനെ പൊക്കുന്നുണ്ടായിരുന്നു പേടിച്ചിട്ട്. ഇതുപോലെ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ അല്ലാതെ പുറത്തേക്ക് നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഗ്ലാസ്സിലൂടെ നോക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും അടുത്തായിട്ട് ഫീൽ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത് കറക്റ്റ് നമ്മുടെ കാലിന്റെ അടിയിൽ കൂടെ പോകുന്ന പോലെ തോന്നും. കണ്ടോ, ആ പോയത് ഒരു സ്റ്റിംഗ്രേ ആണ്. ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് ഷാർക്കുകൾ നമ്മുടെ കാലിന്റെ അടിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ പോകുന്നത് വേറൊരു ടൈപ്പ് ഫിഷ് ആണ്. ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഒരുപാട് ഫ്ലവേഴ്സിന്റെ പിക്ചറുള്ള ആ ഒരു ഏരിയയിലായിട്ട് ആൾക്കാർ നടന്നു പോകുന്നതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവർക്ക് താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെയും കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ മക്കിട്ട, അതിന്റെ ആ ഒരു ബാക്ക് സൈഡ് ആണ് കേട്ടോ നമ്മളിപ്പോ ഈ കാണുന്നത്. കണ്ടില്ലേ, കാണാൻ കുറച്ചൊക്കെ ഷാർക്കിനെ പോലെ ഉണ്ടെങ്കിലും ഇതിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി തന്നെ. ഈ വരുന്ന ഒരു ഫിഷിനെ കണ്ടോ, അതിന്റെ ആ ഒരു ഫേസ് കാണുമ്പോൾ നമുക്ക് വല്ലാണ്ട് പേടിയാവും. കണ്ടില്ല, അതിന്റെ ആ 2 കണ്ണുകൾ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയുള്ള ഫിഷുകളൊക്കെ ബാക്ക് സൈഡ് കാണാൻ ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിലും ഫ്രണ്ടിലാണ് കേട്ടോ എല്ലാ ഡിഫറൻസും ഉള്ളത്. 15 മിനിറ്റ്സ് ആണ് കേട്ടോ ഈ ഒരു ബോട്ട് റൈഡിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏകദേശം 50 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിൽ കയറിയ സ്ഥലത്ത് തന്നെ എത്താറായിട്ടുണ്ട്. എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, കാരണം ഇത്രയും ഫിഷുകളൊക്കെ ഇത്രയും അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഇത് കണ്ടോ, ഇതിനെ കാണുമ്പോൾ നമുക്ക് ഫിഷ് ആണെന്ന് പോലും തോന്നില്ല, എന്തെങ്കിലും തൂങ്ങി കിടക്കുന്നതാണെന്നേ തോന്നുള്ളൂ. സാധാരണ ഫിഷുകളെ പോലെയല്ല, ഇതിങ്ങനെ നീളത്തിലാണ് കിടക്കുന്നത്. ഇതിന്റെ പേരാണ് ട്യൂബ് നോസ് പോച്ചർ. 17 സെന്റിമീറ്റർ വരെ ഇതിന് ലെങ്ത് ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഇതിലാണെങ്കിൽ വെറൈറ്റി ടൈപ്പിലുള്ള കളർഫുൾ ആയിട്ടുള്ള ഫിഷസ് ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള ഫിഷിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ സ്നേക്കിനെയൊക്കെ പേടിയുള്ളത് കാരണം ഫിഷ് ആണെങ്കിലും ഇതുപോലെയുള്ള ഫിഷുകളെ എനിക്ക് ഇഷ്ടമല്ല. ഈ കാണുന്നതാണ് ടൈഗർ സാലമാൻഡർ. ഇത് ഫിഷിന്റെ കാറ്റഗറിയിൽ പെടുന്നതും അല്ല, എന്നാൽ പല്ലികളുടെ കാറ്റഗറിയിൽ പെടുന്നതും അല്ല. ഇത് ഫ്രോഗിനെയൊക്കെ പോലെ ആംഫിബിയൻസ് ആണ്, അതായത് ഇതിന് വെള്ളത്തിലും കരയിലും ജീവിക്കാനായിട്ട് പറ്റും. ഈ കാണുന്നത് കളർഫുൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഫ്രോഗ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2 കളറിലായിട്ടാണ് ഇരിക്കുന്നത്. ഇത് വേറൊന്നും അല്ല, നമ്മുടെ കമേലിയൻ ആണ്, ഓന്ത്. വാവ്, എൻ്റെ ഫേവറേറ്റ്സ് ചെറിയ ചെറിയ കളർഫുൾ ആയിട്ടുള്ള ഫിഷുകൾ. ഇത് ഏഷ്യൻ ഫോറസ്റ്റ് സ്കോർപ്പിയൻ എന്നാണ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ തേളില്ലേ, അത് തന്നെ.
ഇതിനവിടെ ഹിസ്സിങ് കോക്രോച്ച് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ കൂറാപ്പാറ്റ എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. അന്ന് മാർക്കറ്റിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതും ഈ സ്കോർപ്പിയനും കോക്രോച്ചും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഈ ഒരു സീബ്ര ലൈൻ പോലെയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിഷിനെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് നമ്മുടെ സ്നെയിലില്ലേ, ഒച്ച്, അതായിരുന്നു. ഇതാണ് നമ്മുടെ ടോട്ടോയ്സ്. അതിന്റെ ആ ഷെല്ലിലുള്ള ഡിസൈന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവർക്ക് കഴിക്കാനായിട്ട് എന്തൊക്കെ ഇലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് അവരവിടെ കഴിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ബിസി ആയിരുന്നു. ഇതിന്റെ പേരാണ് ഫിലിപ്പൈൻ സെയിൽഫിൻ ലിസാർഡ്. ഇതിന്റെ വാലിലുള്ള ആ ഒരു ഷേപ്പ് കൊണ്ടാണ് ഇതിന് ഈ ഒരു പേര് വന്നിട്ടുള്ളത്. ഇത് പിന്നെ എനിക്ക് പേടി കാരണം ഞാൻ അധികം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഗ്രീൻ കളറിൽ കിടക്കുന്നതാണ് ആ ഒരു സ്നേക്ക്. ഈ കാണുന്നത് ഒരു ടൈപ്പ് ഗോൾഡ് ഫിഷ് തന്നെയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ സ്റ്റിംഗ്രേ ബാക്കിയുള്ള ഫിഷുകളെ പോലെയല്ല കേട്ടോ. നമുക്കിതിങ്ങനെ മൂവ് ചെയ്യുന്നത് കാണുമ്പോൾ അത് പറക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അതിന്റെ ആ ഒരു സ്ട്രക്ചർ കൊണ്ടായിരിക്കും കേട്ടോ നമുക്ക് അങ്ങനെ തോന്നാൻ കാരണം. ഇത് സീലിന്റെ 2 ചെറിയ കുട്ടികളായിരുന്നു. ഇവരുടെ അടി കണ്ടിട്ട് ഇതൊരു ഏട്ടനും അനിയത്തിയും ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അനുഭവം ഗുരു. അയ്യോ, ഇത് പൈത്തണായിരുന്നു. ഞാൻ ഇവിടെ അധിക സമയം നിന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത ശേഷം വേഗം അവിടുന്ന് സ്ഥലം വിട്ടു. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സാധനമാണ് ഈ സ്നേക്ക്. ഇതിലൊക്കെ അത്യാവശ്യം വലിയ ഫിഷുകളാണ് ഉണ്ടായിരുന്നത്. കണ്ടില്ലേ, ഒരു വലിയ സ്റ്റിംഗ്രേ പോകുന്നത്. നമ്മളിവിടെ കണ്ടതിലേക്കും വെച്ച് ഏറ്റവും വലിയൊരു സ്റ്റിംഗ്രേ ആണ് ആ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫ്ലോറിൽ കാണുന്നത് ഒറിജിനൽ സ്റ്റാർ ഫിഷ് ആയിരുന്നില്ല, അതൊരു ഡമ്മി ആയിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു ടബിലായിട്ട് സൈഡിലായിട്ട് പോയിരിക്കുന്നതും ഒറിജിനൽ സ്റ്റാർ ഫിഷ് ആണ്. എൻ്റെ അടുത്തൊരു ഫേവറേറ്റ് ആണ് ഈ ഒരു ബ്ലാക്ക്, യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഇതിന്റെ താഴെയായിട്ട് ഇതുപോലെ കുട്ടികൾക്ക് കയറി നിൽക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ടണൽ പോലെ ഒന്നുണ്ട്. അതിനുള്ളിൽ കയറി നിന്നിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാവുന്നതാണ്. ഇതിൽ കുട്ടികൾക്ക് മാത്രമേ കയറി നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ, കാരണം ഇതിന് ഹൈറ്റ് കുറവായിരുന്നു. ഇത് പെൻഗ്വിൻസിന്റെ ഒരു ഏരിയ ആയിരുന്നു. കണ്ടില്ല, അതിനുള്ളിലൊക്കെ ആയിട്ട് 1-2 ചെറിയ പെൻഗ്വിൻസ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കും തോന്നും ഈ ഒരു സ്റ്റിംഗ്രേ ശരിക്കും ചിറക് വെച്ച് പറക്കുന്നത് പോലെ തന്നെയല്ലേ. ഈ കാണുന്നത് വൈറ്റ് കളറിലുള്ള ജെല്ലി ഫിഷസ് ആണ്. അവിടെ ഓരോ പ്ലേസിലായിട്ട് പോയിട്ട് നമ്മൾ കാല് വെക്കുമ്പോൾ ലൈറ്റ്സ് മാറി മാറി വരുന്നുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ ഫുള്ളായിട്ടും വെറൈറ്റി ടൈപ്പിലുള്ള ജെല്ലീസ് തന്നെയായിരുന്നു. ഇത് കണ്ടില്ലേ, നേരത്തെ കണ്ടതുപോലെ തന്നെ ലൈറ്റ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മളായിട്ട് ചേഞ്ച് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ആവുന്നതാണ്. ഇതിൽ മിഡിൽ ഭാഗത്തായിട്ട് ഒരു ഹോള് കണ്ടില്ലേ, അതിന്റെ അപ്പുറത്തെ സൈഡിൽ പോയി നിന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ഇവിടെ ഇതുപോലെ തന്നെ ഓയിസ്റ്ററിന്റെ ഒരു ഷെല്ല് പോലെ ഒരു സാധനം ഇരിക്കുന്നത് കണ്ടില്ലേ, അവിടെ പോയി ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. കുഞ്ചൂസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ഇത് ടണൽ അക്വേറിയം പോലെ ഒന്നായിരുന്നു. നമുക്ക് നമ്മുടെ തലേന്റെ മേലെ കൂടെ ആയിട്ട് ഫിഷുകൾ പോകുന്നത് അങ്ങനെ കാണാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ ഗ്ലാസ് ബോട്ടം ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ ടൈമിൽ ഞാൻ താഴെ കുറെ ആൾക്കാർ നടന്നു പോകുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിലെ നടക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് അതിലൂടെ കാണാൻ പറ്റുന്നത്. ഇത് കണ്ടില്ലേ, സൈഡിലൂടെ ആയിട്ട് വലിയ 2 ഷാർക്കുകൾ പോകുന്നത്. ഇത് കണ്ടില്ലേ, വെള്ളത്തിനടിയിലായിട്ട് ഒരു സ്കൾപ്ചർ പോലെ. ഇത് ആക്ച്വലി നമ്മൾ ഗ്ലാസ് ബോട്ടം ബോട്ടിൽ പോയ ടൈമിൽ ഇജു ആ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ ഒരു സ്കൾപ്ചർ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ എങ്ങനെ ഈ ഫിഷുകളുടെ കൂടെ സ്വിം ചെയ്യാനായിട്ട് നമുക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ടല്ല. അഡൾട്ട്സിന് 600 ബാത്തും അതുപോലെ തന്നെ ചിൽഡ്രൻസിന് 500 ബാത്തും ആയിരുന്നു ടിക്കറ്റ് റേറ്റ്. ഇത് നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ സ്വിം ചെയ്യുന്നത്, അവരുടെ ഒരു ഗൈഡും നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ്. സീ ലൈഫ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അതിന് തൊട്ടടുത്തായിട്ടുള്ള മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയത്തിലേക്കായിരുന്നു. ഇത് അതിന്റെ എൻട്രൻസിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന ഓരോ സ്റ്റാച്യൂസിനും ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു. നമുക്ക് അറിയുന്നവരുടെയും അറിയാത്തവരുടെയും ആയിട്ടുള്ള ഒരുപാട് സ്റ്റാച്യൂസ് അവിടെ ഉണ്ടായിരുന്നു. ഒരുവിധം എല്ലാവരുടെയും കൂടെ നിന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആരെയും വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. ഇതിൽ അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് തന്നെ അറിയുന്നവരുടെ മാത്രം ഞാൻ പറയാം കേട്ടോ. ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല, എന്നാലും ഇത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റാച്യു ആയിരുന്നു. ഇത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഇത് ഫോമർ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെയും മിഷേൽ ഒബാമയുടെയും ഒരു സ്റ്റാച്യു ആയിരുന്നു. ഇത് സയന്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീനും അതുപോലെ തന്നെ അപ്പുറത്തായിട്ട് ഫേസ്ബുക്ക് ഫൗണ്ടർ ആയിട്ടുള്ള മാർക്ക് സക്കർബർഗിന്റെയും സ്റ്റാച്യു ആയിരുന്നു. ഫുട്ബോൾ ഫാൻസ് എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഫുട്ബോളിൽ വലിയ പിടിയില്ലാത്തതുകൊണ്ട് ഇവർ രണ്ടുപേരും ആരാണെന്ന് എനിക്ക് അറിയില്ല. ക്രിക്കറ്റ് ഫാൻസ് ആരും ടെൻഷൻ അടിക്കേണ്ട. വളരെ റീസെന്റ് ആയിട്ട് ടീമിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരെയൊന്നും എനിക്ക് അറിയില്ലെങ്കിലും കുറച്ച് പേരൊക്കെ എനിക്ക് അറിയാം. ഇത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് ആയിട്ടുള്ള വിരാട് കോഹ്ലിയുടെയും സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും ഒരു സ്റ്റാച്യു ആയിരുന്നു. സ്റ്റാച്യു ആണെങ്കിലും ഇവരുടെയൊക്കെ കൂടെ ഇതുപോലെയൊന്നും നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫോർമർ അമേരിക്കൻ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള സെറീന വില്യംസിന്റെ ഒരു സ്റ്റാച്യു ആയിരുന്നു ഇത്. ഇവിടെ എത്തുമ്പോൾ തന്നെ വല്ലാത്തൊരു വൈബാണ്. വേറൊന്നുമല്ല, കാരണം ഇത് നമ്മുടെ കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്ന സിംഗർ ഡാൻസർ ഒക്കെ ആയിട്ടുള്ള മൈക്കിൾ ജാക്സന്റെ ഒരു സ്റ്റാച്യു ആയിരുന്നു. ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതാണ് റിയൽ ഏതാണ് സ്റ്റാച്യു എന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു ഇതിന്. ഇത് അമേരിക്കൻ സിംഗർ ആയിട്ടുള്ള കാറ്റി പെറിയാണ്. കാതറിൻ എലിസബത്ത് ഹഡ്സൺ എന്നാണ് ഫുൾ നെയിം എങ്കിലും കാറ്റി പെറി എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ ഇവരുടെ കുറച്ച് സോങ്സ് ഒക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് എനിക്കറിയായിരുന്നു. ഇത് നമ്മുടെ തെലുങ്ക് ആക്ടർ ആയിട്ടുള്ള പ്രഭാസിന്റെ ബാഹുബലി ക്യാരക്ടറിന്റെ ഒരു സ്റ്റാച്യു ആയിരുന്നു.
ഇത് സ്പൈഡർമാൻ ക്യാരക്ടറിന്റെ ഒരു സ്റ്റാച്ചു ആയിരുന്നു. കുഞ്ചൂസ് അതേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ കിടന്ന് കാണിക്കുന്നത്. സ്പൈഡർമാന്റെ തൊട്ടപ്പുറത്തായിട്ട് ക്യാപ്റ്റൻ അമേരിക്ക എന്ന ക്യാരക്ടറിന്റെ ഒരു സ്റ്റാച്ചു ആയിരുന്നു. അടുത്തതായിട്ട് നമ്മുടെ ബോളിവുഡ് ആക്ടേഴ്സിന്റെ ഒരു ഏരിയ ആയിരുന്നു. ഋത്തിക് റോഷൻ, രൺബീർ കപൂർ, അമിതാഭ് ബച്ചൻ, ഷാറൂഖ് ഖാൻ. ബോളിവുഡിൽ എന്റെ ഫേവറേറ്റ് ആക്ടറാണ് കേട്ടോ ഷാറൂഖ് ഖാൻ. അടുത്തതായിട്ട് കത്രീന കൈഫ്. ബോളിവുഡിൽ നിന്നും ഇവരുടെയൊക്കെ സ്റ്റാച്യൂസ് ആണ് ഉണ്ടായിരുന്നത്. ഇത് ഹോങ്കോങ് ആക്ടർ, ഡയറക്ടർ, റൈറ്റർ, പ്രൊഡ്യൂസർ, മാർഷൽ ആർട്ടിസ്റ്റ്, സ്റ്റണ്ട്മാൻ ഒക്കെ ആയിട്ടുള്ള ജാക്കി ചാന്റെ സ്റ്റാച്യു ആയിരുന്നു. മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയത്തിലെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ബാങ്കോക്കിലുള്ള നമ്മുടെ റിസോർട്ടിലേക്കായിരുന്നു. നമ്മൾ ചെന്ന ഉടനെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അത് കുടിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഫ്രീ ആയിട്ട് തരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഇവിടുത്തെ വെൽക്കം ഡ്രിങ്കിന് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈവനിങ് നമുക്ക് ഡിന്നർ ക്രൂസിലാണ്. അത് നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ. കപ്പ് ഖാ.